ഭീകരവാദ റിക്രൂട്ട്മെന്റ് കേസിലെ ശിക്ഷാവിധിക്കെതിരെ തടിയന്റെവട നസീറും മറ്റു പ്രതികളും നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചു. 10 പേരുടെ ജീവപര്യന്തം കേരള ഹൈക്കോടതി ശരിവെച്ചതിനെതിരെയാണ് അപ്പീൽ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കേരളത്തിനകത്തും പുറത്തും വിവിധ കേന്ദ്രങ്ങളിൽ മതപഠന ക്ലാസുകൾ എന്ന വ്യാജേന ഗൂഢാലോചന നടത്തി യുവാക്കളെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകി കശ്മീരിൽ സൈന്യത്തെ നേരിടാൻ നിയോഗിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതിൽ മുഖ്യപ്രതി ആയിട്ടുള്ള അബ്ദുൾ ജബ്ബാറിന് 4 ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് 2013 NIA കോടതി വിധിച്ചിരുന്നത്. അതുകൂടാതെ തടിയന്റെവിടെ നസീർ ഉൾപ്പെടെ ശേഷിക്കുന്നവർക്ക് 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെയാണ് പ്രതികൾ സുപ്രീം കോടതിയെ, കേരള ഹൈക്കോടതിയുടെ വിധി കൂടി അനുകൂലമല്ലാതായ സാഹചര്യത്തിൽ അപ്പീലുമായി സമീപിച്ചത്. പ്രതികളുടെ വാദങ്ങളുടെ പ്രാഥമിക വാദം കേട്ട കോടതി ഈ കേസ് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. NIA അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ മറുപടി നൽകാനായിട്ടാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുദീർഘമായിട്ടുള്ള നടപടികളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി നടപടി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.